ഗോവിന്ദൻ മാഷിനെ തുറന്നു കാണിച്ചത് ടി.കെ. ഗോവിന്ദൻ ചെയ്ത തെറ്റ്. ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി.കെ. ശ്യാമളയ്ക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കെ. രാഗേഷ്. UDF സ്വതന്ത്രനായി മത്സരിക്കാൻ ടി.കെ. ഗോവിന്ദൻ ചർച്ച നടത്തി. തളിപ്പറമ്പിൽ പാർട്ടിയെ തകർക്കാനൊരുങ്ങുന്ന ഗോവിന്ദനെ നേരിടാൻ CPM തയ്യാറെടുക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഭാര്യയ്ക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് സ്വന്തം തട്ടകം കുടുംബാവകാശമാക്കാൻ വേണ്ടിയാണെന്ന ആക്ഷേപം അഴിച്ചുവിട്ട ടി.കെ. ഗോവിന്ദനെതിരെ പാർട്ടി നടപടിയെടുത്തു. പ്രതീക്ഷിച്ചതുപോലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ. രാഗേഷ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടിക്കെതിരെ ടി.കെ. ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയത് പച്ചനുണ പ്രചാരണമാണ്. CPM മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കൂട്ടായ തീരുമാനപ്രകാരമാണ്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. തളിപ്പറമ്പിൽ പി.കെ. ശ്യാമള സ്ഥാനാർത്ഥിയായത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, കെ. രാഗേഷ് പറഞ്ഞു. എന്നാൽ ടി.കെ. ഗോവിന്ദൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഭൂരിഭാഗം പേരും എതിർത്ത പി.കെ. ശ്യാമളയെ MV ഗോവിന്ദൻ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അത്രേ. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തെ വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രവർത്തിക്കുന്നുവെന്നും ടി.കെ. ഗോവിന്ദൻ ആരോപിച്ചിരുന്നു. ഇതിനെല്ലാം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ. രാഗേഷ് മറുപടി നൽകി. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും ആകെ ഉയർന്നു വന്ന പേര് പി.കെ. ശ്യാമളയുടേത് മാത്രമാണ്. ബന്ധുത്വം പരിഗണിച്ച് പാർട്ടി ആരെയും സ്ഥാനാർത്ഥിയാക്കാറില്ല. പി.കെ. ശ്യാമള സാധാരണ വ്യക്തിയല്ല, നീണ്ട വർഷത്തെ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. പാർട്ടി തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ ഉയർന്നു വരേണ്ട പേര് തന്നെയാണ് ശ്യാമളയുടേത്. പാർലമെന്ററി മോഹങ്ങൾ വെച്ച് നടക്കുന്ന വ്യക്തിയാണ് ടി.കെ. ഗോവിന്ദൻ. അധികാരമോഹം കൊണ്ട് UDFന് വിടുപണി ചെയ്യുകയാണ് ടി.കെ. ഗോവിന്ദനെന്നും കെ. രാഗേഷ് പറഞ്ഞു. ടി.കെ. ഗോവിന്ദന് തളിപ്പറമ്പിൽ മത്സരിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഒഴികെ ആരും ഗോവിന്ദൻ മാഷുടെ പേര് പറഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മാത്രമല്ല, ഒരു യോഗത്തിലും മാഷുടെ പേര് ഉയർന്നു വന്നില്ല. ഓരോരുത്തരുടെയും അംഗീകാരം മനസ്സിലാക്കേണ്ട വിനയം ടി.കെ. ഗോവിന്ദൻ കാണിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ട പരിഗണന എല്ലാ സമയത്തും പാർട്ടി കൊടുത്തു. ടി.കെ. ഗോവിന്ദൻ പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിൽ പെട്ടിരിക്കുകയാണ്. അധികാരമോഹവുമായി നടക്കുന്നയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി.കെ. ശ്യാമളയ്ക്കെതിരെ കെട്ടിച്ചമച്ച നുണക്കഥ പ്രചരിപ്പിക്കുകയാണ്. നുണപ്രചരണങ്ങൾ കൊണ്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് മധുസൂദനനൊപ്പം നിൽക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അതാണ് അയാളെ പയ്യന്നൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ കാരണമെന്ന് കെ. രാഗേഷ് പറഞ്ഞു. ആന്തൂർ സാജന്റെ മരണത്തിൽ പി.കെ. ശ്യാമളയ്ക്ക് പങ്കില്ലെന്നും കുടുംബത്തിന്റെ വികാരം ഉൾക്കൊണ്ട് അന്വേഷണം നടത്തിയെന്നും MV ജയരാജനും വ്യക്തമാക്കി. അതേസമയം CPIMനെതിരെ വിമർശനം ടി.കെ. ഗോവിന്ദൻ തുടർന്നു. പാർട്ടി തന്നെ വേണ്ട വിധം പരിഗണിച്ചില്ല എന്ന് ടി.കെ. ഗോവിന്ദൻ തുറന്നടിച്ചു. ഒരുപാട് വർഷമായി താൻ പാർട്ടിയിലുണ്ട്. ഇക്കാലമത്രയും പാർട്ടിയുടെ അച്ചടക്കവും സംഘടനാ രീതിയും പാലിച്ചാണ് താൻ പ്രവർത്തിച്ചത്. ആദ്യമായാണ് തനിക്ക് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നതെന്നും ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. ഇന്നുവരെ താൻ ഒരു പദവിയും ചോദിച്ചിട്ടില്ല, ചെറുപ്പകാലത്ത് പോലും ആഗ്രഹിച്ചിട്ടില്ല. പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കൾക്കും വേണ്ടി പ്രവർത്തിച്ചയാളാണ് താൻ. ഒരിക്കലും തന്നെ പരിഗണിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും താൻ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. സ്ഥാനങ്ങൾ തന്നു എന്ന് പാർട്ടി പറയുമ്പോൾ അത് എങ്ങനെയാണെന്നത് ആലോചിക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് വിവരം. പുറത്താക്കപ്പെടുന്നവരോട് വിശദീകരണം ചോദിക്കുന്ന ശീലം പാർട്ടിക്കുണ്ട്. തന്നോട് അതും ചെയ്തില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. തന്റെ കീഴിൽ പ്രവർത്തിച്ചവർ MLA മാരും മന്ത്രിമാരുമായി എന്നും താൻ മാത്രം ഒന്നിനും ആഗ്രഹിച്ചിരുന്നില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന CPIM നേതാവും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി.കെ. ഗോവിന്ദൻ പാർട്ടിക്കെതിരെ രംഗത്തു വന്നത്. തളിപ്പറമ്പിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പങ്കാളി കൂടിയായ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള അതൃപ്തിയാണ് ടി.കെ. ഗോവിന്ദന്റെ പരസ്യമായ വിമർശനത്തിലേക്ക് നയിച്ചത്. അതേസമയം സ്വതന്ത്രനായി മത്സരിക്കുന്ന ടി.കെ. ഗോവിന്ദനെ UDF പിന്തുണയ്ക്കും. ഇതു സംബന്ധിച്ച് ടി.കെ. ഗോവിന്ദനുമായി UDF നേതൃത്വം ധാരണയിലെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരാണ് ചർച്ചകൾ നടത്തിയത്.